ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ ട്വിസ്റ്റ്. ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടിട്ടില്ലെന്ന് ഡൽഹി ഫയർഫോഴ്സ് ചീഫ് അതുൽ ഗാർഗ് പറഞ്ഞു. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ പണം കണ്ടെത്തിയില്ലെന്നും മാർച്ച് 14-നാണ് തീപിടുത്തമുണ്ടായതെന്നും 15 മിനിറ്റിനകം തീ അണച്ചതായും അദ്ദേഹം പറഞ്ഞു. വീട്ടുപകരണങ്ങൾ സൂക്ഷിച്ച മുറിയിലാണ് തീപിടുത്തമുണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ സ്ഥലം മാറ്റം തീരുമാനിച്ചിട്ടില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൊളീജിയം തീരുമാനമെടുക്കുമെന്നും അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചതായും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് യോഗത്തിലാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ അന്വേഷണത്തിന് തീരുമാനമെടുത്തത്. ഹോളി ദിനമായ മാർച്ച് 14-ന് തീപിടുത്തമുണ്ടായ ജസ്റ്റിസ് വർമ്മയുടെ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് 15 കോടി രൂപ കണ്ടെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ഡൽഹി അഗ്നിശമന സേനാ മേധാവി അതുൽ ഗാർഗ് രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ പണമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ യശ്വന്ത് വർമ്മ പ്രതികരിച്ചിട്ടില്ല. തീപിടുത്തമുണ്ടായ സമയത്ത് യശ്വന്ത് വർമ്മ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന വീട്ടിലെത്തി തീയണച്ചത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.